ആ സമയത്ത് അന്തരീക്ഷം മുഴുവൻ നിശബ്ദമായിരുന്നു. കോളേജ് ഹോസ്റ്റലും പുറമേയുള്ള റോഡും ആ രാത്രി പോലും നിശബ്ദമായിരുന്നു. എന്നാൽ അതിനിടയിൽ അവർക്ക് കാതിൽ കേൾക്കുന്ന ഒരേ ഒരു ശബ്ദം ആ ക്ലോക്കിലെ സൂചികൾ തമ്മിൽ നീങ്ങുന്ന ഒരു ശബ്ദമായിരുന്നു. ആ ശബ്ദം പോലും അവരെ വല്ലാത്ത തരം അസ്വസ്ഥപ്പെടുത്തി. അങ്ങനെ അവർ ഓജോ ബോർഡിലേക്ക് അവർ 5 പേരും കൈവച്ച് ഇങ്ങനെ പറഞ്ഞു, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആർ യു ദേർ എന്ന് ഒരു സുഹൃത്ത് പറഞ്ഞു. ആ സമയത്ത് ആ കോയിൻ തനിയെ ചലിക്കാൻ ആരംഭിച്ചു. ഇത് കണ്ട് എല്ലാവരും പേടിച്ചു. എൻ്റെ ഈ സുഹൃത്തിൻ്റെ മുഖമടക്കം വളരെ വെളുത്ത പോലെയായി. എന്നാലും നിയമം പറഞ്ഞതനുസരിച്ച് ആരും കൈവിടാൻ പാടില്ല എന്ന് പറഞ്ഞ് വീണ്ടും ആ കോയിനിലേക്ക് തന്നെ അവർ കൈയുറപ്പിച്ചു. വന്നിരിക്കുന്നത് ആരാണെന്നറിയാം, എന്താണെന്നറിയാം, എങ്ങനെ മരണപ്പെട്ടു എന്നറിയാം, അതൊക്കെ ചോദിക്കാമെന്ന് പറഞ്ഞ് അവർ ആദ്യമായി ചോദിച്ച ചോദ്യം നിങ്ങൾ ഒരു ആണാണോ എന്നായിരുന്നു. എന്നാൽ ആ കോയിൻ തനിയെ നീങ്ങി നോ എന്ന അക്കങ്ങളിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. ഈ കഥയുടെ മുഴുവൻ ഭാഗവും നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അത് മുഴുവനായി കണ്ട് നിങ്ങളുടെ അഭിപ്രായം അവിടെ തന്നെ രേഖപ്പെടുത്തണം. മരിച്ചിട്ടും കാത്തിരിക്കുന്നവരെ കുറിച്ചുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കൂടെ കൂടാം.